Last time we talked, you had nothing to say. You chose to walk, give what we had away. I hope you get what you're looking for, but babe, with me, you close the door on everything. ഓക്കെ, നമ്മളിപ്പോൾ ജർമ്മനിയിലാട്ടോ. നമ്മളിന്ന് പോകുന്നത് എങ്ങോട്ടേക്കാ? നമ്മളിന്ന് പോകുന്നത് സ്വിറ്റ്സർലൻഡിലേക്കാണ്. ബൽക്കിയുടെ ഡ്രീം കൺട്രിയാണ്. നമ്മൾ ഈ വേൾഡ് റൈഡിന് ബൽക്കി വന്നത് തന്നെ സ്വിറ്റ്സർലാൻഡ് കാണാൻ വേണ്ടി കേട്ടോ. ഇന്ന് നമ്മൾ ജർമ്മനിയിൽ നിന്നും സ്വിസ് കാണാൻ വേണ്ടി പോകട്ടോ. പക്ഷെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. നമ്മൾ പോകുന്നത് നമ്മുടെ ഈ ഒരു ബൈക്കിലല്ല കേട്ടോ. ഈ കാണുന്ന ബസ്സിലാട്ടോ നമ്മൾ പോണത്. നമ്മൾ ഇത്ര ദൂരം നമ്മൾ യാത്ര ചെയ്യുന്നത് ബൈക്കിലാണ്. പക്ഷേ സ്വിറ്റ്സർലാൻഡ് പോകാൻ വേണ്ടി ബസ് തിരഞ്ഞെടുക്കാൻ വേറൊരു കാരണം കൂടിയുണ്ട്. കാരണം ഇത് സ്വിസ്സിലേക്ക് ഒരു 1 day ടൂർ പോകുന്ന വണ്ടിയാണ്. ഇത് നമ്മുടെ സ്വന്തം സുദീപ്രോയുടെ വണ്ടിയാണ്. ഇതിൽ പുള്ളിയുടെ നെയിം ബോർഡൊക്കെ വെച്ചിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഒരു സൂപ്പർ ട്രിപ്പായിരിക്കും. പക്ഷേങ്കിൽ ഇതിൽ ഞങ്ങൾ ഒറ്റക്കല്ല കേട്ടോ, ഞങ്ങളുടെ കൂടെ ഒരു ഗ്യാങ് തന്നെയുണ്ട്. കാണിച്ചു തരാം. ഇതാണ് ഗായ്സ്, ഞാൻ ഒറ്റക്കല്ല ഗായ്സ്. ഒരുപാട് പേരുണ്ട് കേട്ടോ. എല്ലാവരും ബസ്സിനകത്തുണ്ട്, കുറച്ച് പേര് പുറത്തുണ്ട്. നമുക്ക് ഓൾമോസ്റ്റ് 45ഓളം മെമ്പേഴ്സ് എടുക്കുന്ന ഗ്രൂപ്പിലൂടെ ഞാൻ ട്രാവൽ ചെയ്യാൻ പോണത്. നമ്മളിപ്പോൾ ഉള്ളത് സ്വിറ്റ്സർലാൻഡിലാണ്. കഴിഞ്ഞ ഇൻട്രോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ജർമ്മനിയിലായിരുന്നു. അവിടെ നമ്മുടെ ബസ്സിൽ കയറി നമ്മളങ്ങനെ സ്വിറ്റ്സർലാൻഡ് എത്തി. അപ്പം ഇതിപ്പോൾ മോർണിംഗ് ഇവിടെ എല്ലാവരും ഫുഡ് കഴിക്കുന്ന ഒരു തിരക്കിലാണ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന തിരക്കിലാണ്. അപ്പോൾ പറ, എന്താണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്, എന്താണ് നമ്മൾ ചെയ്യാൻ പോണത്? എന്താണ് നമ്മുടെ ഫുഡ് സ്പെഷ്യൽ? സോ ഞങ്ങളുടെ കേര ബൈറ്റ്സിൽ നിന്നാണ് ഇന്ന് യൂറോപ്പ് ഓൺ വീൽസിന് ബ്രേക്ക്ഫാസ്റ്റ്. സമ്മതിക്കില്ല, ഒറ്റയടിക്കണല്ലോ കുഴപ്പമില്ല പറഞ്ഞോ. സോ കേര ബൈറ്റ്സിന്റെ വക ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് പൂരി ഭാജി ആൻഡ് മസാല ചായ ആണ്. അതാണ് ഓക്കെ, ഇതാണ് അപ്പൊ ഇവര് സപ്ലൈ ചെയ്യുന്നുണ്ടോ. സുദീപ്, അപ്പൊ നമ്മൾ ട്രിപ്പിന് പറയാം. നമ്മളിപ്പോ എവിടെയുള്ളത്? നമ്മൾ സ്വിറ്റ്സർലാൻഡിൽ എവിടെയാണ് നമ്മളിന്ന് പോണത്? നമ്മൾ ലൗട്ടർപോണം പോകും. അത് കഴിഞ്ഞിട്ട് ഗ്രിൻഡൽവാൾഡിൽ നിന്ന് നേരെ റൈൻ ഫാൾസ്, ലിന്റ് എല്ലാം കൂടെ കവർ ചെയ്തിട്ട് 1 day ട്രിപ്പ്. എനിക്ക് ട്രിപ്പിനെ പറ്റി പറ. നിങ്ങൾ എല്ലാ ദിവസവും വരുന്നതാണ്. എന്താണ് ട്രിപ്പ് എന്ന് പറ. ഇപ്പൊ എന്താ പറയാ, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഞാൻ നാട്ടിൽ കൊമ്പൻ ബസ് ഓടിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. സോ അതേ ഒരു വൈബ് ഇവിടെയും കൊണ്ടുവരണമെന്ന് ആഗ്രഹം. സോ അതിന്റെ ഒരു മാക്സിമം എഫേർട്ട് എടുക്കുന്നു. സോ ഒരുപാട് നല്ല നല്ല സുഹൃത്തുക്കളുണ്ട്, ഒരുപാട് നല്ല നല്ല ക്ലയൻസ് ഉണ്ട്. സോ അവരൊക്കെ ഹാപ്പി ആയിട്ട് പോകുന്നു. ഒന്ന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് യൂറോപ്പിലുള്ള സ്റ്റുഡൻസിനാണെങ്കിലും കൊളീഗ്സിനാണെങ്കിലും അല്ലെങ്കിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ഫ്രണ്ട്സിനാണെങ്കിലും ഒരു ഗ്രൂപ്പായിട്ടുള്ള ആൾക്കാർക്ക് ഗ്രൂപ്പ് ടൂറും എടുക്കട്ടെ ഇവർ ചെയ്യുന്നത്. അത് ജർമ്മനിയിൽ നിന്ന് ഇവർ ഫ്രാൻസിലേക്കും മറ്റ് പല കൺട്രീസിലൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇവരിപ്പം ഈ സ്വിറ്റ്സർലാൻഡിലൊക്കെ ചെയ്യുന്നത്. എനിക്ക് ഏതായാലും ലോട്ടറി അടിച്ചൊരു ഇതാണ്. എനിക്കല്ല ബൽക്കിക്ക്. കാരണം നമ്മൾ ബൈക്ക് എടുത്തിട്ട് നമ്മൾ സെയിം റൂട്ടിൽ വരും. പക്ഷേ നമ്മൾ വന്ന് കാണുന്നതിനേക്കാൾ ഇവിടെ എക്സ്പീരിയൻസ്ഡായ ആൾക്കാരുടെ കൂടെ വരുമ്പോൾ കുറച്ചും കൂടി കാഴ്ച കാണാൻ പറ്റും കേട്ടോ. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഈ ഒരു ടൗണിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇവർ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് പുള്ളിയുടെ വണ്ടി. ഈ വണ്ടിയിലാണ് നമ്മൾ വരുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് 40+ എന്താണ് അല്ല ഓടിക്കുന്ന ആളെ വണ്ടിയാണല്ലോ അങ്ങനെ. ഓക്കെ, അപ്പം 40+ ആൾക്കാർ ഇപ്പോൾ ഈ ഒരു ഗ്രൂപ്പിലുണ്ട് കേട്ടോ. സോ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ കാണാൻ പോകുന്നത് സ്വിറ്റ്സർലാൻഡിൽ അമേസിങ് കാഴ്ചകളാണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതിരിക്കുക കേട്ടോ. സ്വിറ്റ്സർലാൻഡിലെ നല്ല അടിപൊളി ലൊക്കേഷനിൽ നിന്നിട്ട് നല്ല പൂരിയും പാജിക്കറിയും ചായയും കിട്ടും. ഓക്കെ, വേറെ എവിടെയും കിട്ടില്ല. നമ്മുടെ സുദീപ്രോന്റെ യൂറോപ്പ് ഓൺ വീൽസിൽ മാത്രമേ കിട്ടുള്ളൂ. 1000 euro തരില്ലേ? ഒരു 1000 euro തരണം. ഇങ്ങനെ പ്രൊമോഷൻ ചെയ്തിട്ടാണ് സംഭവം. തമാശ പറഞ്ഞിട്ടോ, രാവിലെ തന്നെ വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ കഴിക്കുന്നവരില്ല. ഇതിപ്പോൾ എല്ലാവരും ഓരോ സൈഡിൽ നിന്നിട്ട് ഫുഡ് അടിയാണ്. മൊത്തത്തിൽ ഓരോ ആൾക്കാർ ഗ്രൂപ്പായിട്ട്. ഇതൊക്കെ നമ്മുടെ കൂടെ വന്ന ആൾക്കാരട്ടോ. അടിപൊളി ഏരിയ ആണ്. നോക്കി നിങ്ങൾ മുകളിൽ. പിന്നെ ഇവിടെ വേറെയും കുറേ ബസ്സുകളുണ്ട്. ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ വേറെയും കുറേ ബസ്സുകളുണ്ട്. ഇതാണ് വാഷ്റൂംസ്. ഇവിടെ ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് ഇവിടെ ഫ്രീ ആണ്. സാധാരണ ജർമ്മനിയിലൊക്കെയാണ് നമ്മൾ €1 കൊടുക്കണം. പക്ഷേ ഇവിടെ നമുക്ക് ഫ്രീ ആണ്. ഇതൊരു ബസ് ബേ ആണ്. ഇപ്പോൾ ലോങ്ങിന് വരുന്ന ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ ആയിട്ട് നിർത്തുക. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അവിടെ നമുക്ക് കുഞ്ഞനത്തെ വാട്ടർഫോൾസ് കാണാൻ പറ്റും. വളരെ മനോഹരമായൊരു സംഭവമായിട്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയൊരു ടൗണിലേക്കാണ് ഇന്ന് കയറാൻ പോണത്. നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം, കാണിച്ചു തരാം മുഴുവൻ നിങ്ങൾക്ക്. ബൽക്കിയുടെ ഡ്രസ്സ് എങ്ങനെയുണ്ട് ഗായ്സ്? നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറ. എന്നാലും നമ്മൾ 3 മണിക്കൂർ കഷ്ടപ്പെട്ടിട്ട് H&M-ലും അത് വോൾസ്ബർഗിൽ എല്ലാ കടയിലും കയറി ഇറങ്ങി വാങ്ങിയതാണ്. ഇതാണ് ലേറ്റസ്റ്റ് പാൻറ്റാണ്. ഇത് യൂറോപ്പിൽ ഫസ്റ്റ് ആയിട്ട് കിട്ടുന്നത് ബൽക്കിക്കാണ്. കാരണം ഇതിപ്പോൾ 2027 കമ്പനി കസ്റ്റം ചെയ്ത ഒരു പാൻറ്റാണ്. ഇതിൻ്റെ വലിപ്പം കണ്ടോ നിങ്ങൾ? ഇത് ഫസ്റ്റ് കിട്ടുന്നത് ബൽക്കിക്കാണ്. ഞാൻ അവർ തരില്ലാതല്ലെന്ന് കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ചവിട്ടി വാങ്ങി ഗായ്സ്. നമ്മൾ അതിന് കൊടുത്ത പൈസ എന്ന് പറയുന്നത് 120 യൂറോയിൽ നിന്നും ഒരു പൂജ്യം കുറച്ച് എത്രയാണോ അത്ര കേട്ടോ. 12 യൂറോയിലാണ് നമ്മൾ ആ പാൻറ്റ് വാങ്ങിയത്. അതുപോലെ ഇതാണ് ഡ്രസ്സ്. ഇത് ആക്ച്വലി യൂറോപ്പിൽ ഫസ്റ്റ് അല്ല, യൂറോപ്പിൽ ലാസ്റ്റ് ആണ്. സീസൺ കഴിയാനായിട്ട് അവർ ചെറിയ വിലക്ക് വന്നതാണ്. ഇതേപോലത്തെ നമ്മൾ കുറച്ച് ഡ്രസ്സുകൾ വാങ്ങിയിട്ടുണ്ടോ.
അപ്പം നമ്മൾ വാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങിയാണ്. നമുക്ക് ഏതായാലും ഈ ഒരു വായിക്കുള്ളത് പേരിൻ്റെ ഈ ഒരു ലൊക്കേഷനിൽ അടിപൊളി കാഴ്ചയാണ്. ഞാൻ ഇപ്പം മേട്ടനോട് വെച്ച് ഒരു വാട്ടർഫോൾസ് കിട്ടുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവനാണ് നമ്മുടെ ടൂർ ഗൈഡ്. പറയൂ ടൂർ ഗൈഡ്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഉഷാറായിട്ട് നമ്മൾ ഫസ്റ്റത്തെ ലൊക്കേഷനിലേക്ക് പോവാണ്. ചവിട്ടംപ്രൂവുണ്ട്. അപ്പോൾ അവിടെ വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ പോയിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാണാം ഗൈസ്. ബേക്കിലെ ആൾക്കാരൊക്കെ ഞാൻ കാണിച്ചു കേട്ടോ. വണ്ടി മൂവ് ചെയ്യുമ്പോൾ കുറേ ആൾക്കാർ പുറത്ത് വരുന്നുണ്ട്. അതുകൊണ്ടാണ് 15 ആൾക്കാർ പുറത്തുള്ളത്. അവരൊക്കെ കാണിച്ചു തരാം. പിന്നെ ഫ്രണ്ട് സീറ്റാണ് ബൽക്കി എടുത്തിട്ടുള്ളത്. കൂർക്കം വെച്ച് ഉറങ്ങുമ്പോൾ പ്രശ്നങ്ങൾ വരാണ്ടിരിക്കാൻ വേണ്ടി സമാധാനം കിട്ടും. ഇന്നലെ രാത്രി നല്ല ഡാൻസും പാട്ടൊക്കെ ഉണ്ടായിരുന്നു ബൽക്കിയുടെ. ബൽക്കി ബ്രോ, ഇന്ന് ബൽക്കിക്ക് മൈക്ക് കരോക്കെ ഇട്ട് കൊടുക്കണം. അവള് മാപ്പിളപ്പാട്ടൊക്കെ പാടും. കാസർഗോഡ് ജില്ലയിലെ ഫേമസ് സിംഗറാ. നമ്മൾ വേറെ കാർ പാർക്കിങ്ങിൽ വന്നിട്ടുള്ളത്. വണ്ടിയോട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നടന്നിട്ട് നമ്മൾ പുറകെ വരുന്നുണ്ട്. നമ്മളോട് വരുമ്പോൾ തന്നെ വലിയൊരു മൗണ്ടെയിൻ കാണാൻ പറ്റും. ഞാൻ സൂം ചെയ്ത് കാണിച്ചത് കണ്ടോ. അവിടെ നമുക്കൊരു വാട്ടർഫാൾസ് ഉണ്ട്. ഇവിടെയൊക്കെ സ്നോഫാൾ വരുന്നൊരു ഏരിയ ആണ് വിൻ്റർ ടൈമിൽ. പക്ഷേ ഇതിപ്പോൾ നല്ലൊരു ബെസ്റ്റ് ടൈമാണ്. നല്ല തണുപ്പുണ്ട്, അതുപോലെ തന്നെ നല്ല വെയിലുണ്ട്. ഇപ്പോൾ ദൂരെ നമുക്ക് സ്നോ കാണാൻ പറ്റും. പിന്നെ അവിടെ പാരാഗ്ലൈഡിങ്ങിൻ്റെ ഒക്കെ ആക്ടിവിറ്റി നടക്കുന്നുണ്ട്. അത് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം മറന്നു പോരുത്, സ്വിറ്റ്സർലാൻഡ് എന്നുള്ളത് ബൽക്കിയുടെ ഡ്രീം കൺട്രിയാണ്. ഇത്ര ദൂരം നമ്മൾ വന്നത് തന്നെ ഇവിടത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് യൂട്യൂബ് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. യൂട്യൂബേഴ്സിനൊക്കെ ഏറി കളിയാണ് ഗൈസ്. എല്ലാവരും യൂട്യൂബേഴ്സാണ്. ഇവിടെ വന്ന പൈസ എങ്ങനെയെങ്കിലും മല്ലു ട്രാവലർ വ്ളോഗർ മീൻസ് വ്ളോഗർ. ആളുടെ വൈഫുണ്ട്. നമ്മളുടെ ഗോൾഡ് വിങ് ആയിട്ട് നാട്ടിൽ നിന്ന്. ഗൈസ് എവിടെയാണ്? നാട്ടിലെവിടെയാണ്? കോഴിക്കോട്. കോഴിക്കോട് എവിടെ? കോഴിക്കോട് താമരശ്ശേരി. ചിരി നിർത്ത്, കാര്യം പറ. ജർമ്മനിയിൽ എന്താണ് പരിപാടി? ഇവിടെ മാസ്റ്റേഴ്സ് ചെയ്യുന്നു. പഠിക്കുന്നുണ്ടോ ശരിക്കും? ശരിക്കും പഠിക്കും. എത്ര വർഷമായി? ഇപ്പോ 10 മാസം. 10 മാസമായിട്ടല്ലോ. അടിപൊളി. എത്ര കൺട്രീസ് കറങ്ങി? ഞങ്ങള് ഇവിടെ പോയി, ചെക്ക് റിപ്പബ്ലിക് പോയി. ഇപ്പൊ ഇത് സെക്കൻഡ്. 5-10 തട്ടി വിട ആരും നോക്കുന്നില്ലല്ലോ. ഞങ്ങള് ഒരുമിച്ചാ ക്ലാസ്സിലാ. നാട്ടിലും അടുത്തടുത്ത് തന്നെ. ഹാപ്പി. ഓ ബൽക്കിയുടെ ഫാൻസ്, ബൽക്കിന്റെ ആരാധകരുത്. റോഡ് സൈഡിലൊക്കെ സെൽഫിയാണ്. ഓക്കെ, ഇതാ ഇവനാണ് എൻ്റെ ക്യാമറ കൊണ്ട് പോയത് കേട്ടോ. ഗൈഡ് മോനാണ്. ഇവനെ കാണാൻ ബിഗ് ബിയിൽ മറ്റേ നടന്ന പോലെയല്ല ഗൈസ്. കമൻറ്റ് ചെയ്ത് നിങ്ങൾ ഇവൻ്റെ നാട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ഇവൻ്റെ യഥാർത്ഥ സ്വഭാവങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് നമുക്കൊന്ന് അറിയാലോ. അയ്യോ, അപ്പോൾ ഇതേ വിയോടെ കാണിക്കാം. നമ്മൾ സൂമോട്ട് കാണിച്ചിട്ടുണ്ട്. വ്യൂ ഉണ്ട് നിങ്ങൾ. ഇങ്ങോട്ട് തിരിച്ചാലും ഫ്രെയിം മാത്രം കേട്ടോ. എവിടേക്ക് തിരിച്ചാലും ഫ്രെയിം മാത്രം. ഓക്കെ, എവിടെ തിരിച്ചാലും 360 ഡിഗ്രിയിൽ എങ്ങോട്ട് തിരിയണം നമുക്ക് തിരിക്കാം. ഫ്രെയിം മാത്രമേ ഉള്ളൂ. അടിപൊളി വ്യൂ കേട്ടോ. ഇവനാണ് നമ്മുടെ ക്യാമറമാൻ കേട്ടോ. ഇവനെടുക്കുന്ന റീലാണ് ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തത്. ഇവനെ നമ്മൾ ഇൻസ്റ്റയിൽ ടാഗ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. ഇവൻ അടിപൊളി ഹാർഡ് വർക്കറാണ് ഗൈസ്. എന്നൊക്കെ പറഞ്ഞാലും പണിയെടുക്കാവുണ്ട് കേട്ടോ. ബൽക്കി അവനെപ്പറ്റി തള്ളിപ്പറ, എന്നാലും നല്ല വീഡിയോ എഡിറ്റ് ചെയ്ത് തരൂ. മതിയാനോ? അപ്പോൾ തുടങ്ങാം നമുക്ക്. ഇതാണ് നിങ്ങൾ, ഇത് തോടാണ്. ബൽക്കി പുഴ എന്ന് പറഞ്ഞ പുഴയല്ല, തോടാണ്. പിന്നെ കളറ് ഇത് ഈ ഒരു കളർ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് മഞ്ഞുമലയിൽ വരുന്നതായതുകൊണ്ട് തന്നെ അവിടുന്ന് കുത്തി ഒലിച്ച് വരുമ്പോൾ കംപ്ലീറ്റ് മണ്ണും ചളിയൊക്കെ പിറങ്ങി വരുന്നുള്ളൂ കേട്ടോ. ഈ ഒരു കളർ വരുന്നത് സ്വിറ്റ്സർലാൻഡ് ഇതാണ്. വലിയൊരു മല, ഇവിടെ ഒരു തോട്, ഇവിടെ ഒരു ക്യാമറമാൻ, ഇവിടെ ഒരു പുൽമൈതാനം, ഇങ്ങനെയൊക്കെ സെറ്റപ്പ്. ഒരു ഫോട്ടോ എടുക്കുന്ന സീനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗായ്സ്. ഓഹോ, ആ ഫോട്ടോ എടുക്കുന്ന ബോസും എടുക്കുന്ന ആളെ ബോസും എല്ലാം കൂടി സൂപ്പറായിരുന്നു കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു പുഴയാണ്. ഇത് കണ്ടോ, ഇവിടെയൊക്കെ വർക്ക് എടുക്കുന്നുണ്ടോ. ഇവിടെ നിന്നൊക്കെ മണ്ണൊക്കെ ഇളക്കി വരുന്നുണ്ട് കേട്ടോ. നല്ല ഒഴുക്കുണ്ട്. കുത്തൊഴുക്കെന്നൊക്കെ പറഞ്ഞാൽ നല്ല ഒഴുക്കുണ്ട് കേട്ടോ. അടിപൊളി ഒഴുക്കുണ്ട്. പക്ഷെ നല്ല വ്യൂ ആണ്. ഇവിടെ ഇങ്ങനെ നിന്നിട്ട് നോക്കുമ്പോഴേ ഇത് കാണാനാണ് ഇത്രയും ദൂരം ആൾക്കാർ വരുന്നത്. അത് ഇവിടെ വന്ന് ഈ ഒരു കാലാവസ്ഥയിൽ ഈ ഒരു തണുപ്പൊക്കെ അടിച്ച് ഒരു പ്രത്യേക സുഖം. പിന്നെ നമ്മൾ ഇതുവരെ കാണാത്ത ഒരുപാട് ആൾക്കാരുടെ കൂടെ ഒരു ഗ്രൂപ്പായിട്ടൊക്കെ വരിക, ഒരുപാട് കമ്പനി, ഒരുപാട് ഫ്രണ്ട്സ്. ഞാൻ എൻ്റെ ലൈഫിൽ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ടൂറ് പോകുമ്പോൾ അല്ലാണ്ട് ഞാൻ ഇതുവരെയായിട്ട് ഞാൻ ഇതുപോലെ ബസ്സിൽ ട്രിപ്പ് പോയിട്ടില്ല. നമ്മൾ ഫാമിലിയായിട്ട് നമ്മൾ പോയിട്ടില്ല. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. ഐ എം സോ ഹാപ്പി. സൂപ്പർ 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 സൂപ്പർ. എണിച്ചോ എല്ലാവരും എണിച്ചോ.
അതുപോലെ വേറെ കാര്യം അറിയോ, നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഇല്ലീഗൽ ആയിട്ടുള്ള കപ്പിൾസോട് നമ്മൾ ആദ്യം പറയും മാറിയിരുന്നു. കാരണം പല സ്ഥലങ്ങളിൽ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ വീട്ടുകാർ അറിയാണ്ട് പ്രണയിച്ചെടുക്കുന്ന ആൾക്കാരൊക്കെ ഫ്രെയിമിൽ വന്നു ഇവർ എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇതൊക്കെ റിമൂവ് ചെയ്തു. അപ്പോൾ ഓൾറെഡി നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാ ഇല്ലീഗൽ കപ്പിൾസിനോട് നമ്മൾ ഗ്രൂപ്പിൽ നിന്ന് മാറിക്കാൻ പറഞ്ഞു. അവരൊക്കെ വേറെ വഴിക്ക് എൻജോയ് ചെയ്തിട്ടുണ്ടോ? അല്ല കേട്ടോ, അവരൊക്കെ മാറി നിന്നിട്ടുണ്ട്. നമ്മൾ എന്തിനാ നമ്മുടെ വ്ളോഗിൽ ഇട്ട് ഇവർ ലൈഫ് ഇവർ അടിച്ചു പൊടിക്കണം അല്ലേ. അപ്പോൾ ബാക്ക് ടു ബസ്സിലേക്കാണ് പോണത്. സുദീപ് അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ലൊക്കേഷൻ ഇതിൽ അടുത്തടുത്ത് തന്നെയാണ്, ഒരു 10-20 കിലോമീറ്റർ ചുറ്റാണ് അടുത്ത ലൊക്കേഷൻ വരുന്നത്. അതുകൊണ്ട് നമുക്ക് കാണാം. ഇപ്പോൾ നമ്മൾ അപ്രോക്സിമേറ്റ്ലി ഒരു 1.5 കിലോമീറ്റർ നടന്നിട്ടുണ്ട്. ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് വിൻ്ററിലൊക്കെ പോകുന്ന അടിപൊളിയായിരിക്കും കേട്ടോ. ഇവരെ മുകളിലേക്ക് പോകാൻ റോപ്പ് കേബിളൊക്കെ ഉണ്ട്. അങ്ങ് മൗണ്ടെയിൻസിൻ്റെ മുകളിൽ വരെ നമുക്ക് റോപ്പ് കേബിൾ പോകാൻ പറ്റും. നമ്മളിപ്പോൾ ജോർജിയയിലെ തിബിലിസിലൊക്കെ പോയാൽ നമ്മൾ കണ്ടില്ല സെയിം. അതുപോലെ ഇറാനിൽ നമ്മൾ ടെഹ്റാനിലും കണ്ടിരുന്നു സെയിം. അതിൻ്റെ ഒരു പകുപ്പ് തന്നെ, പക്ഷേ അതിനേക്കാൾ ഹൈറ്റ് ഉണ്ട് ഈ ഒരു മുതൽ. അപ്പം ഈ സമ്മറിൽ വന്നു കഴിഞ്ഞാൽ മൗണ്ടെയിൻസ് നമുക്ക് വളരെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. പക്ഷെ റോപ്പ് കേബിൾ ഇപ്പം ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഫംഗ്ഷൻ ഇല്ല എനിക്ക് തോന്നുന്നു, കാണുന്നില്ല. പിന്നെ ഇവിടെ സ്കൈ ഡൈവും അതുപോലെ തന്നെ പാരാഗ്ലൈഡിങ് പോലത്തെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് മുകളിൽ. വാക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഡെസ്റ്റിനേഷനാണ്. വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ടിക്കറ്റോ കാര്യങ്ങളോ എക്സ്പെൻസോ ഒന്നുമില്ല. നിങ്ങൾ സ്വിറ്റ്സർലാൻഡ് വരുവാണെങ്കിൽ ഈ ഏരിയയിലൂടെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിവിടെ വരണം. വന്നിട്ട് ഇറങ്ങിയിട്ടൊന്ന് വാക്ക് ചെയ്യണം. ഒരുപാട് നല്ല നല്ല ഫോട്ടോസൊക്കെ എടുക്കാം. നല്ല ആൽക്കഹോളിക് വെതറാണ്, അപ്പോൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, പിന്നെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന തോടെല്ലാം കാണുമ്പോൾ ഇത്ര സമയം നമ്മൾ കലക്കം വെള്ളം കണ്ടിട്ട് മീനുണ്ടോ നമ്മളെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ അല്ലേ. മന്നോതി നേരത്തെ കണ്ടത് തോടാന്ന്, പുഴന്നുള്ള വീതി വിടുന്ന പുഴ. We are closed from Friday 9 June to Monday 22nd of June. See you on Tuesday. Okay, thank you. ഫ്ലവർ വർക്കുകൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ ഇട്ടിട്ട് പടപ്പിക്കാൻ പറ്റുന്ന സാധനം കേട്ടോ. ഓക്കെ, വളരെ നാച്ചുറലായിട്ട് കാണിച്ചു തരാം. ഒറിജിനൽ ഫ്ലവർ കേട്ടോ, പ്ലാസ്റ്റിക് ഒന്നുമല്ല. അതിനുള്ള വെള്ളത്തിൻ്റെ തുള്ളിയൊക്കെ എടുക്കുന്നുണ്ടോ, ഇത് രസമായിരിക്കും. ഇതൊക്കെയാണ് റീൽസ് ഇടുമ്പോൾ നല്ല സെറ്റ് ആട്ടോ. ഇവിടെ ഡിഫറെൻറ്റ് കളേഴ്സിലുണ്ട് കേട്ടോ ഫ്ലവേഴ്സ്. ഇത് വേറൊരു ഫ്ലവറാണേ, ഇതുണ്ടോ. ഇതിപ്പം യെല്ലോ ബ്ലാക്ക് ഒരു മെറൂണ് കളറാണ് ഇതിന് വരുന്നത്. അതിന് വേറെ വയലറ്റ്. ഈ ഫ്ലവറിൻ്റെ പേരെന്താ? നാട്ടിൽ നമ്മൾ കാക്കപ്പൂ എന്നൊക്കെ പറയും, ഇവിടെ എന്ത് പേരെന്ന് അറിയില്ല കേട്ടോ. അടിപൊളി. ഇപ്പം നമ്മൾ ബസ് സ്റ്റോപ്പ് ചെയ്തെടുത്തേക്കാണ് പോണത്. ദേ നമ്മുടെ ബസ്. അയ്യോ, ഗ്രൂപ്പായിട്ട് പോകുമ്പോഴുള്ള ഏറ്റവും വലിയൊരു കാര്യം ഇതാട്ടോ. വെച്ചാൽ നമ്മളെല്ലാവരും ചിലപ്പോൾ ഒരാൾ ലേറ്റ് ആയി കഴിഞ്ഞാൽ മൊത്തം ആൾക്കാർ ലേറ്റ് ആവും. അപ്പോൾ നമ്മൾ ഒറ്റക്ക് പോകുമ്പോൾ നമുക്ക് തോന്നുന്ന പോലെ മെല്ലനെയോ സ്പീഡിലോ ഫാസ്റ്റായിട്ടോ സ്ലോയിലോ എങ്ങനെയും പോകും. പക്ഷേ ഗ്രൂപ്പായിട്ടും അങ്ങനെയല്ല. ഒരു ഗ്രൂപ്പായിട്ടും ഒരു 9:30 എന്നുള്ളൊരു ടൈം 9:30 നമ്മൾ എത്തിയിരിക്കണം. ഞാനും ലേറ്റായി, ബൽക്ക് ലേറ്റായി, എല്ലാവരും ലേറ്റായി. അതുകൊണ്ട് നേരെ വന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ വണ്ടിയിൽ എത്തിയിട്ട് ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അപ്പോൾ അവരെയും കൂടി പിക്ക് ചെയ്ത് നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക്. നമുക്ക് ഒരു ദിവസം കൊണ്ട് നമുക്ക് ഒരുപാട് ലൊക്കേഷൻസ് കവർ ചെയ്യാനുണ്ട്. അപ്പോൾ മാക്സിമം എൻജോയ് ചെയ്യാനുള്ളൊരു എന്താ പറയുക, അതാണ് നോക്കുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ അടുത്ത ലൊക്കേഷനിലൊക്കെ പോകണം കേട്ടോ. അത് അടുത്ത് തന്നെയാണ്. എനിക്കൊരു 10-20 കിലോമീറ്റർ ചുറ്റാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്യുന്നുണ്ട്. നീ ഹാപ്പി? ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. നമ്മളിവിടെ ഇരിക്കുന്നത്. നമ്മുടെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ബൽക്കിൻ്റെ ബർത്ത്ഡേ വേഗം കണ്ടത് നമ്മൾ ശരിക്കും കാണിച്ചില്ല. ബർത്ത്ഡേനെ ഞാൻ ഗിഫ്റ്റ് കൊടുത്ത ബാഗ് കണ്ടത് പാരീസിലെ ഈഫൽ ടവറിന് മുമ്പിൽ കൊടുത്ത ബാഗാണ്. കാണാത്തവർ കൂടെ കണ്ടോട്ടെ. നല്ല നൈസ് റോഡാണ്, നല്ല പാലും വെള്ളം പോലത്തെ റോഡ്. You chose to walk, give what we had away. I hope you get what you're looking for. But babe, with me, you close the door on everything we could have been. Don't go thinking we could be friends. No, you can't bring us back from the dead. 'Cause when you're നമ്മളിപ്പം ഒരു ചെറിയൊരു സ്പോട്ടിൽ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളൂ. ഇവിടെ നമ്മൾ ഒരുപാട് ടൈം ഉണ്ട് കേട്ടോ. 1 മണി വരെ നമുക്കൊരു ടൈം ഉണ്ട്. ഇപ്പോൾ സമയം 10 മണി ആയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് റെസ്റ്റോറൻറ്റ്സിൻ്റെ ഫുഡ് കഴിക്കാം. പിന്നെ ടോപ്പിലേക്ക് നമുക്ക് കേബിൾ ടോപ്പിലേക്ക് അവിടെ പോകാൻ പറ്റും. പക്ഷേ 10-15 മിനിറ്റ് ലെങ്ത്ത് മാത്രമേ ഉള്ളൂ. അതാണ് പ്രശ്നം. 10-75 യൂറോ എക്സ്പെൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളത് പോകണില്ല. 75 യൂറോ ഉണ്ടെങ്കിൽ എനിക്ക് 2 തവണ ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കാം. ഓൾമോസ്റ്റ് 700 കിലോമീറ്റർ ഓടിക്കാൻ വേണ്ടി. അപ്പം 15 മിനിറ്റ് പോകുന്നതിനേക്കാൾ നല്ലത് 700 കിലോമീറ്റർ ബൈക്ക് ഓടിക്കാമെന്ന് വിചാരിച്ചിട്ട്. സാർ സാർ മുള്ളിക്കോട്ടെ ഗൈസ്. സാർ കാലിവിടെ വെച്ചോട്ടോ. സാർ നടന്നോട്ടെ സാർ. നൈസായിട്ട് പതിയെ കൈയിടുക. അന്നേരം പറ്റുമെങ്കിൽ ഇത്ത ഒന്ന് തുളച്ച് ചെയ്യാം. ഓ ബൽക്കിക്ക് നമ്മൾ ആക്ച്വലി റീൽ ഷൂട്ട് കേട്ടോ. ഇവനാണ് അതിൻ്റെ ഡയറക്ടർ, എല്ലാം ഓനാണ്. ബൽക്കിൻ്റെ ആഗ്രഹം പോലെ ഇന്ന് ഈ റീൽ നിങ്ങൾ ഇൻസ്റ്റേക്ക് ആഡ് ചെയ്ത് ബൽക്കിക്ക് വേണ്ടി നമ്മൾ ബൽക്കി പറഞ്ഞ പോലെ നമ്മൾ ചെയ്തേട്ടോ. അപ്പോൾ ഏതായാലും വാ മോളെ വാ തുടങ്ങാം. നമുക്ക് ഞാൻ കാണിച്ചു നമ്മൾ ആക്ടിങ് കാണിച്ചത്. ആക്ടിങ് അല്ല ഒറിജിനലാണ്. ഒരു മേ ബി ഒരു 10 സെക്കൻഡ്സ്, അല്ലെങ്കിൽ ഒരു 7 സെക്കൻഡ്സ്. ദെൻ നൈസായിട്ട് തുളത്ത് കൈയിടുക.
ആ ഒരു ടൈം ഇട്ട് കഴിഞ്ഞ ഒരു മേ ബി 1-2 സെക്കൻഡ്സിന് കാച്ചി വെയിലാണ്. വെയിലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത വെയിലാണ്. അയ്യോ, അൺസൈക്കബിൾ വെയിൽ എന്നൊക്കെ പറഞ്ഞില്ല, ആ കാറ്റഗറിപ്പെട്ട വെയിലാട്ടോ. നല്ല ചൂടുമാണ്. ഈ ചങ്ങായില്ല കഞ്ചാവ് അടിച്ചിട്ട് നല്ല മത്തിലുള്ള കേട്ടോ. ഇവിടെ ലീഗലാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നല്ല കഞ്ചാവിൻ്റെ മണവും വരുന്നുണ്ട്. വലിക്ക് എൻ്റെ ബേക്കിൽ വരുന്നുണ്ടെങ്കിൽ അവളെ ഫേസ് കണ്ട് മനസ്സിലാവും. ഇവിടെ റെസ്റ്റോറൻറ്റിലൊക്കെ വില ഭയങ്കര വിലയാണ്. നിങ്ങൾ ആ റെസ്റ്റോറൻറ്റ് കയറണം ഞാൻ പറയുന്നില്ല. ഇവിടെ താഴെ ഈ ഒരു കൂപ്പ് എന്ന് തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ഇതിൻ്റെ ഉള്ളിലാണ്. നമ്മൾ അവിടെ നിന്ന് ഇപ്പോൾ നല്ല ഫ്രൈ ചിക്കനും വാങ്ങി, ഇതും വാങ്ങി. 15 യൂറോന് നമുക്ക് ലഞ്ച് കിട്ടി കേട്ടോ. കാരണം ഇവിടെ പുറത്ത് റെസ്റ്റോറൻറ്റൊക്കെ ഭയങ്കര റേറ്റാണ്. അത് പിന്നെ നമുക്കങ്ങനെ ഒരു ബർഗർ കിങ് ബർഗേഴ്സ് പോലത്തെ സാധനങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഇതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിപ്പോൾ വാങ്ങിയത് ഒന്ന് ഞങ്ങൾ നല്ലൊരു ചിക്കൻ ഫ്രൈ വാങ്ങി കറമൂർത്ത് നിന്നാണ്. പിന്നെ പൽക്കിൻ്റെ കൈമിലുള്ള ഈ ഒരു മീലുണ്ടോ, ഇതും വാങ്ങി കേട്ടോ. മൊത്തത്തിൽ നമുക്കായത് 18 യൂറോ ആയത്. എന്നാൽ ലാവാണ്. ലഞ്ചും കവറപ്പായി കിട്ടില്ല. പിന്നെ നമ്മൾ മുകളിലേക്ക് പോയിട്ടില്ല, കാരണം ഭയങ്കര വെയിലാണ്. തളർന്നു കേട്ടോ. ഈ ഒരു ക്ലൈമറ്റിൽ വാക്കിങ് പറ്റില്ല. സാധാരണ നമുക്ക് നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു 11:30 മണിക്ക് വെയിൽ ഓടി കഴിഞ്ഞാൽ ഒരു 3 മണിയാകുമ്പോൾ തീരും. ഇത് രാവിലെ 8 മണിക്ക് തുടങ്ങിയ വെയിലേ, രാത്രി 8 മണി വരെ 12 മണിക്കൂർ കണ്ടിന്യൂ വെയിലാണ്. അപ്പോൾ അന്തരീക്ഷം മൊത്തം ചൂടെടുത്തിട്ട് പണ്ടാരാൻ തുടങ്ങി കേട്ടോ. ബസ്സിലെത്തിയോ? ആക്ച്വലി താങ്ക് യു. ഇത് ഇന്നലെ വീട്ടിലെ ഫ്രിഡ്ജിൽ ഫില്ല് ചെയ്ത് ഞാൻ കണ്ടിരുന്നു. സുധി ബ്രോ, എന്താണ് പറയാനുള്ളത്? ട്രിപ്പിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ട്രിപ്പ് അടിപൊളി ട്രിപ്പാണ്, അല്ല ഇപ്പം എന്താ പറയുക. പക്ഷേ ട്രിപ്പ് സെറ്റാണ് ബ്രോ, പിള്ളേർ സെറ്റാണ്, എല്ലാവരും ക്രൂ ആണെന്നുണ്ടെങ്കിലും. പക്ഷേ ചൂടോ രക്ഷയില്ല. ചൂട് അന്യ ചൂട്. എങ്ങനെയുണ്ട് ചൂട്? എങ്ങനെയുണ്ട്? സൂപ്പർ. നല്ല സുഖമായിട്ടൊരു പവർ നാപ്പ് എടുത്ത് ഉറങ്ങി സെറ്റായി. കാരണം നമ്മൾ ആ ഒരു ചിക്കൻ ഫ്രൈ എല്ലാം കഴിച്ചിട്ട് ഇങ്ങനെ ഉറക്കം വരുന്നുണ്ട്. അതൊക്കെ കഴിച്ച് ഇത് രസമായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ട്രാഫിക്കിൽ നിർത്തിയിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ സ്വിറ്റ്സർലാൻഡിലെ ട്രാഫിക് എന്ന് പറയുമ്പോൾ അതൊരു രസമാട്ടോ. എന്താണ് ഇപ്പോൾ രസമല്ലേ? രസമാണ്. ഓ ഇതാ പുള്ളി പാട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ബ്ലോഗ് ചെയ്യുന്നുണ്ട്. മ്യൂസിക് ഇടാം. It's feeling like a cold dark winter and the sun still behind the trees. Yeah. She asked me if I had another minute and I didn't have the heart to leave. One day I'll be everything you ever wanted. Until then I'll be out here fighting like it's nothing. Through the cold dark winter. Did you say goodbye, knowing damn well everybody gon' die someday? Did you waste my time, knowing damn well we can press for everything you ever wanted? Until then, I'll be out here fighting like it's nothing. Through the cold dark winter, it's feeling like നമ്മളിപ്പോൾ ഒരു ചോക്ലേറ്റ് ഫാക്ടറി വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുള്ളത്. നമ്മൾ മുന്നേ UK പോയപ്പം ഡിസ്റ്റിലറി വിസിറ്റ് ചെയ്യാൻ പോയിരുന്നു, വൈന് വിസ്കി പോലത്തെ. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനൊരു ചോക്ലേറ്റ് ഫാക്ടറി വിസിറ്റ് ചെയ്യാൻ വരുന്നത്. അപ്പം എല്ലാവരും വളരെ ത്രില്ലിങ്ങിൽ ഇറങ്ങുന്നുണ്ട്. ലിൻഡ എന്നാണ് ഈ ഒരു ചോക്ലേറ്റ് ഫാക്ടറിൻ്റെ പേര്. അവിടെ ബോർഡ് കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ മെയിനായിട്ട് ഇവർ ഫ്രീ ആയിട്ട് നമുക്ക് ഒരുപാട് ചോക്ലേറ്റ് ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ തരും. അപ്പം അതാണ് മെയിൻ നമ്മുടെ ഉദ്ദേശം, എൻ്റെ മാത്രമല്ല എല്ലാവരുടെയും. അപ്പോൾ നമുക്ക് നോക്കാം ഇതിനകത്ത് എന്തൊക്കെയാണ് കലാപരിപാടികൾ. എനിക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷേ സ്വിറ്റ്സർലാൻഡ് വരുന്ന എല്ലാവരും 100% ആൾക്കാരും ഈ ഫാക്ടറി വിസിറ്റ് ചെയ്തിട്ട് മാത്രമേ പോകുന്നുള്ളൂ കേട്ടോ. അത് അത്രയും നല്ല ചോക്ലേറ്റ് ആണല്ലോ, അതുകൊണ്ട് പിന്നെ ഇവിടെ തന്നെയാണ് ഇവർ മാനുഫാക്ചർ ചെയ്യുന്ന സംഭവങ്ങളല്ല. അപ്പോൾ നമുക്കത് റിയൽ ആയിട്ട് ഒറിജിനൽ ചോക്ലേറ്റ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാം. ഇവിടുന്ന് വേണമെങ്കിൽ വാങ്ങാം. അതെ, വേണമെങ്കിൽ വാങ്ങാം. പർച്ചേസ് ചെയ്യാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവർക്ക് ചെറിയ കോഫി ഷോപ്പ് ഉണ്ട്, ലിൻഡറ്റിൻ്റെ തന്നെ. ഓക്കെ. അപ്പോൾ ഇതിൽ നമ്മുടെ ഈ ലണ്ടനിൽ മറ്റേ ചോക്ലേറ്റും സ്ട്രോബെറി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ, അങ്ങനത്തെ പിന്നെ പേസ്ട്രീസ് കാര്യങ്ങൾ എല്ലാ സംഭവങ്ങളും അതിലുണ്ട്, കിട്ടും. എല്ലാവരും സെറ്റാണ്. അതെ, സെറ്റ്. ഇതാണ് ഇവൻ പറഞ്ഞ ചോക്ലേറ്റിൻ്റെ ഫൗണ്ടൈൻ കേട്ടോ. ഓക്കെ, ഇത് സംഭവം എന്ന് വെച്ചാൽ ഇവിടെ താഴെയിലൊന്നുമില്ല, താഴെയിൽ ഫുൾ എംറ്റിയാണ്, പ്ലെയിനാണ്. അപ്പോൾ ഇതിൻ്റെ ഈ പീസും ഒരു ഫൈബർ പീസാണ്, അതിലും ചോക്ലേറ്റ് ഇല്ല. അതിന് മുകളിലത്തെ പീസും ആ 2 പീസും ഫൈബറാണ്. അപ്പോൾ ഒരു തൂണ് കണ്ടോ, അവിടുന്ന് ചോക്ലേറ്റ് ഇങ്ങനെ ചെറുതായിട്ട് കണ്ടോ, ഇവിടെ ഈ ഒരു പീസ് കണ്ടോ, ഇവിടുന്ന് ഇങ്ങനെ ഓൾസോ ഇങ്ങനെ ഒലിച്ചിട്ട് താഴേക്ക് വന്നു. വലിയ സംഭവം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, ഒരു ക്രിയേറ്റിവിറ്റി അത്രേ പറയാൻ പറ്റും. പക്ഷെ ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും അവർക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടാക്കുന്നൊരു മൊമെൻ്റാണ്. അപ്പോൾ ഇതിന് മുകളിലൊക്കെ എന്തൊക്കെയുണ്ട് നമുക്ക് നോക്കാം. ഈ ഷോപ്പിൻ്റെ ഉള്ളിൽ നമുക്ക് ഫ്രീ ആയിട്ട് ചോക്ലേറ്റ് ഒക്കെ ടേസ്റ്റ് ചെയ്യാൻ തരും. അപ്പോൾ കയറുമ്പോൾ തന്നെ ഇവർ നമുക്കൊരു സാധനം തരുന്നുണ്ട് കേട്ടോ. ചോക്ലേറ്റ് മേടിക്കാൻ നിൽക്കുന്നതാ, ക്യൂ വലിക്കുക.
ഇതാണ് ഇതിൻ്റെ പാസ് കേട്ടോ. ഇതിൻ്റെ പാസ് കൊടുത്തിട്ടുണ്ടോ? സാറ്റർഡേ 20 ജൂൺ 2026 15:30 നമുക്ക് എൻട്രൻസ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ 1:30 മണി 2:30 മണി 3:30 മണി 4:00 മണി ഇങ്ങനെയാണ് എൻട്രൻസ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ സ്കൂൾ കുട്ടികളെ പോലെ നിൽക്കുക, ക്യൂ നിന്നിട്ട് ഇവർ ചോക്ലേറ്റ് തരും. ഈ ചോക്ലേറ്റ് വാങ്ങുക. താങ്ക് യു. ഇതാണ് ചോക്ലേറ്റ്. ഓക്കെ, ഒരു ടേസ്റ്റ് കേട്ടോ. എന്നിട്ടില്ല ശരി പാളിപ്പോയി. നമ്മൾ വാങ്ങിയിട്ട് എവിടെ വെക്കാനാ? തിന്നു തീർക്കേണ്ടി വേണം. ഈ വാങ്ങുമ്പോൾ ഈ പീടിയുള്ള സാധനങ്ങൾ മുഴുവനും 120 കോടി ആസ്തിയാണ് നിന്റെ കിട്ടിയവന്. നീ വാങ്ങിക്കോ. എന്താ പറഞ്ഞ വെച്ചാൽ പക്ഷെ ഇവിടെ ആരും ഒന്നും വാങ്ങുന്നില്ല കേട്ടോ. എല്ലാവരും ഇങ്ങനെ നോക്കിപ്പോകുന്നില്ലാണ്ട് വാങ്ങൽ കുറവാണ് മൊത്തത്തിൽ. ഇത് ഇവരൊരു കളക്ഷനാണ്. ഇപ്പം നമ്മൾ കഴിച്ച ചോക്ലേറ്റാണ്. അവർ നമുക്ക് ഫ്രീ ആയിട്ട് ചോക്ലേറ്റിൻ്റെ 2-3 വേർഷൻ തരാം. 3 അല്ല, ഒരുപാട് വേർഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു കവറുണ്ടോ, ഈ കവർ എടുത്തിട്ട് ഈ കവറിൽ നമുക്ക് വേണ്ട ചോക്ലേറ്റ്സ് എടുത്തിട്ട് അവിടെ പോയി വെയിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ബില്ല് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സാധാരണ ഗൾഫിലുള്ള മുട്ടായി പീടികയിലൊക്കെയുള്ള സെയിം സെറ്റപ്പ് തന്നെ. ഇത് ഇവരുടെ ഓൺ പ്രൊഡക്റ്റ് കേട്ടോ. ഇവിടുന്ന് വേണമെങ്കിൽ ഓരോന്നെടുത്ത് തിന്നൊക്കെ ചെയ്യാം, പക്ഷെ ആരും തിന്നില്ല. അതാണ് ഇവിടുത്തെ സ്റ്റാൻഡേർഡ്. പിന്നെ ഇതിന് വേറെ വേർഷൻ ചോക്ലേറ്റ്സ് ആണ്. ഇതന്നെ മെയിനായിട്ട് ചോക്ലേറ്റ്സ് ഫാക്ടറിയിൽ വന്നാൽ പിന്നെ ചോക്ലേറ്റ്സിലാണ് വേറെ കിട്ടുമല്ലേ. ഇപ്പം നമ്മൾ അകത്ത് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാന്നേ. ഇവിടെ ഓഡിറ്റോറിയത്തിൻ്റെ അകത്ത് കയറാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ 3:30 നമ്മുടെ ടൈം ഞാൻ കാണിച്ചെന്നില്ലേ. ഇപ്പം 3:28 ആയി. എക്സാക്ട് ടൈമിന് നമുക്ക് അകത്ത് കയറാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇവിടെ ഇങ്ങനെ ക്യൂ നിൽക്കണം. എല്ലാവരും ഇവിടെ ക്യൂ നിൽക്കുന്നുണ്ട്. മുകളിൽ ആൾക്കാർ കഴിഞ്ഞ് വരുന്നതാണോ എന്താണെന്ന് അറിയില്ല കേട്ടോ. അവരൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് വരുന്നത്. സോ ലെറ്റ്സ് സീ. ഒരുപാട് ഇന്ത്യൻസ് ഉണ്ട്, കുറച്ചൊന്നല്ല ഒരുപാട് ഇന്ത്യൻസ് ഉണ്ട്. ഫസ്റ്റ് തന്നെ ഇവർ നമുക്കൊരു VR-ൻ്റെ ഒരു എക്സ്പീരിയൻസ് തരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ VR ക്ലാസ്സൊക്കെ എടുത്തിരിക്കുന്നുണ്ട്. ഇങ്ങോട്ട് പോകുമ്പോളെ VR ക്ലാസ്സൊക്കെ എടുത്തിരിക്കുന്നുണ്ട്. അപ്പം എന്താ പറയുക, നോക്കാം ഇവരെന്താണ് നമുക്ക് VR-ൽ കാണിച്ചു തരുന്നില്ല. എനിക്ക് ലാസ്റ്റ് ടൈം എനിക്ക് എടുക്കണ്ടെന്ന് പറഞ്ഞത്. പിന്നെ നമ്മൾ എടുത്തിന് ലാസ്റ്റ് നമ്മൾ VR ട്രൈ ചെയ്തത് സൗദിന്നല്ലേ. സൗദിയിലെ ദമ്മാമിലെ മറ്റേ ദമ്മാമിലെ ഒരു ബിൽഡിംഗ് പറ്റില്ല. നമ്മൾ കാറെടുത്ത് വരും. അവിടെ നിന്നിട്ട് വേറെ മക്കാണോ എന്നൊക്കെ മറ്റേ നമ്മൾ സംഭവം നോക്കിയേ. ഞാൻ നോക്കിയിരുന്നു. അല്ല എന്താ പേര് ഒന്ന് അറിയുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്ത്. നമ്മൾ അതിൻ്റെ മുന്നിൽ ഫോർച്യൂണറൊക്കെ വെച്ചിട്ട് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ലാസ്റ്റ് VR ട്രൈ ചെയ്തത്. പിന്നെ പിന്നെ ബൽക്കി ലുലുമാളിലൊക്കെ പോയിട്ട് ചെയ്യാറുണ്ട്. സെറ്റ്. സോ എല്ലാവരും VR വെച്ചിട്ട് ഇങ്ങനെ കളി കളിക്കുന്നുണ്ട്. ഇപ്പോൾ ഷോ സ്റ്റാർട്ട് ചെയ്തോ. നമുക്കിനി ഇത് VR-ൽ കാണാൻ പറ്റും. VR-ൽ ശരിക്കും പറഞ്ഞത് നിങ്ങൾക്കിത് കാണാൻ പറ്റില്ല. ചെറുങ്ങനെ ഇതിൽ കാണാൻ പറ്റും. കണ്ടില്ലേ? ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വരുന്നുണ്ട്. ഞാൻ കണ്ടിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചില്ല കേട്ടോ. എന്താണെന്നുള്ള ഡീറ്റെയിൽസ് പറഞ്ഞില്ല. ഓക്കെ, ഇതൊരു രക്ഷയില്ല കേട്ടോ. സീരിയസ്ലി ഇത് ഒരു രക്ഷയില്ലാത്ത സെറ്റപ്പാണ് ഇവർ ചെയ്തത്. റിയലി നമുക്ക് അത്രയും ആ VR-ൻ്റെ ലേറ്റസ്റ്റ് സാധനങ്ങൾ അത്രയും നമുക്ക് ആ ഫീൽ കിട്ടുന്നുണ്ട് കേട്ടോ. ഫാക്ടറിയൊക്കെ നമ്മൾ പോകാൻ സൂപ്പർ. ഷോ ആട്ടോ. ഇവർ ശരിക്കും VR ഇട്ട് നല്ലൊരിതിൽ ഒരുപാട് ഡ്രോൺ ഷോട്ട്സ് ഒക്കെ എടുത്ത് നല്ല ഇതാക്കിയിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ നമുക്ക് എല്ലാവരും ഫ്രീസ് കണ്ടോ. എങ്ങനെയായിരുന്നു? അടിപൊളി. തലറിയുന്നില്ലേ? വോമിറ്റിംഗ് വരുന്നില്ലേ? ഞാൻ അവിടെ കൊടുത്തിട്ടാ. എന്നിട്ട് ഫ്രീ ആയിട്ട് ചോക്ലേറ്റ് അത് മേടിച്ചിട്ട് പോകാലോ. താങ്ക് യു. അപ്പം ഫ്രീ ആയിട്ട് ചോക്ലേറ്റ് ഇട്ടത് ഫസ്റ്റ് കിട്ടി. ഇനി അടുത്ത വിടുന്ന ഇനി അടുത്ത വീഡിയോ ഫ്രീ ആയിട്ട് ചോക്ലേറ്റ് ഇതേയുള്ളൂ. ഞാനും നിങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ കുറയല്ലേ. അങ്ങനെ ഫൈനലി നമ്മൾ ഈ ലിൻഡ് ചോക്ലേറ്റിനോട് വിട പറഞ്ഞുകൊണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇപ്പം നമ്മൾ VR എക്സ്പീരിയൻസ് ആണ് കണ്ടത്. ഞാനിപ്പോൾ അടുത്ത് നമ്മൾ ലേക്കിലൊരു ബോട്ട് ഇതിനാണ് പോണത്. ഞാൻ ഒന്നും കൂടി പറഞ്ഞത്, വിൻ്ററിലൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. ഇവിടെ ഇപ്പം നമ്മളിപ്പോൾ വാങ്ങിയ ചോക്ലേറ്റ് ഒരു ഉരുകി വലിച്ചു പോയി ചൂടുകൊണ്ട്. അതാണ് അവസ്ഥ. വലിക്ക്
പോക്കറ്റിൽ ചോക്ലേറ്റ് ഉണ്ടോ? ഇവിടെ മറ്റേ സീസണിലാരാ ഇഷ്ടം? വലിക്കൊക്കെ നോക്കിയാൽ വെള്ളുകൾ വെളുത്ത് വലിക്കുക ഇപ്പൊ കറകറ കറുത്തുപോയി. എപ്പോ ഞാൻ വെളുത്തേ? എങ്ങനെ പറയാൻ നമുക്ക് അവർക്കറിയാം. ക്രീം തേച്ചിട്ട് വെളുപ്പിച്ചേട്ടോ. അപ്പോൾ അടുത്ത പരിപാടിയും കൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കലാപരിപാടികൾ കഴിഞ്ഞു. നമ്മൾ നേരെ തിരിച്ച് വീട്ടിൽ പോകും. എന്നിട്ട് ഇന്നലെ ഒരു മൂവി കണ്ടുപോകണം, അതിൻ്റെ ബാക്കിയാണ്, അതാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ആരാധികമാർ നമ്മൾ വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ട്. ആരാധിക സെൽഫി ആണോ? ബൽക്കിൻ്റെ ആരാധിക കേട്ടോ, ബൽക്കിൻ്റെ സ്വന്തം ആരാധിക. It's feeling like a cold dark wind and the sun still behind the trees. Yeah. She asked me if I had another minute and I ain't had the heart to leave. Yeah. ഉറങ്ങി ഇപ്പം നമ്മളെടുത്തത് ഇപ്പം നമ്മൾ റെയിൻഫാൾ എന്ന ലൊക്കേഷനിലേക്കാണ്. 5:30 മണിയായി. 6 മണിക്ക് ഇവർ ക്ലോസ് ആക്കും. 6 മണിക്ക് ക്ലോസ് ആക്കുന്നതിന് മുന്നേ നമുക്ക് എൻട്രി ചെയ്യണം, അതല്ലെങ്കിൽ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഈ ഒരു റിവറിലേക്ക് കൂടിയില്ല ഒരു ബോട്ട് ജേണി കേട്ടോ, അതാണ് മെയിനായിട്ട് ഇവിടുത്തെ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പം അഗൈൻ ഞാൻ പറയുന്നു 6 മണിക്കുള്ള എത്തണം. എത്തില്ല നിങ്ങളൊക്കെ ശശിയാർ തിരിച്ചു പോകേണ്ടി വരും. അപ്പോൾ അവിടെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ നമ്മുടെ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ ഐ ഹോപ്പ് വിൽ ഗെറ്റ് ഇറ്റ്. നല്ല വൃത്തിയാണ്, നല്ല സ്മെല്ല് അടിപൊളിയാണ്, ബാഡ് സ്മെല്ല് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഒരു ടൂറിസം സ്പോട്ട് എന്ന രീതിയിൽ ഇവർ നല്ല രീതിയിൽ ഇതൊക്കെ കെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടെയാ ഓക്കെ. അവിടെ ഒരു വലിയ ഫോർട്ടുണ്ട്. ഫോർട്ടാണ് എന്താണെന്നല്ല ഇപ്പോൾ ആക്റ്റീവാണ്. അവിടെയൊക്കെ ഒരുപാട് ടൂറിസ്റ്റുകൾ നടന്ന് കളിക്കുന്നുണ്ട്. ഇത് ഒരു ട്രെയിനാണ്, ടൂറിസ്റ്റുകൾക്ക് വേണ്ട സിറ്റി ട്രെയിനാണ്. നമുക്കിതിൽ കയറിയിട്ട് വെറുതെ ഇങ്ങനെ പോകാം. അത്ര തന്നെ. ഒരു അപ്പൂപ്പൻ അതിനകത്ത് ഇരുന്നിട്ട് ചൂടത്ത് കഷ്ടപ്പെടുന്നുണ്ട്. $30 ആട്ടോ ഈ ബോട്ടിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ അതിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കുഴപ്പമില്ല കേട്ടോ, ഇതൊരു ഫീലുണ്ട്. കാണുമ്പോൾ നമുക്കൊരു ഫീൽ വരുന്നുണ്ട്. ഇറ്റ്സ് ലുക്ക് ഗുഡ്. അടിപൊളി മീനൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ, കുറേ ഉണ്ട്. ഇവിടെ ചെറിയ സുനീസിൻ്റെ ഷോപ്പാണ്. അവിടെ 5.50 നേരത്തെ പോയെടുത്ത്, ഇവിടെ 7.50 റേറ്റ്. ഇവിടെ റേറ്റ് പോകുമ്പോൾ കൂട്ടി. അപ്പോൾ ആ ഒരു വാട്ടർഫോൾ ഉണ്ട്, അവിടത്തേക്കാണ് നമ്മൾ പോണത് കേട്ടോ. എടാ നമ്മൾ രണ്ടാളും വീഡിയോ ഷൂട്ടിന് മറന്നുപോയി. നമുക്ക് പോകുന്നത് ഗേറ്റ് നമ്പർ 5 ഇവിടെ ഒരുപാട് ഗേറ്റ്സ് ഉണ്ട്. 2, 3, 4 എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നിനും ഡയറക്ഷൻസ് ഓരോന്നുണ്ടോ. എന്നുവെച്ചാൽ ചിലതിൽ 15 മിനിറ്റാണ്, ചിലതിൽ 30 മിനിറ്റ്സാണ്. അപ്പം എനിക്ക് ഈ കളറിലെ ബോട്ടിൽ 30 മിനിറ്റ്സ് ആണെന്ന് എൻ്റെ ഓർമ്മ കേട്ടോ. പിന്നെ ഇവിടെ വാഷ്റൂംസൊക്കെ ഉണ്ട്, അവൈലബിൾ ആണ്. $40 എല്ലാവരും കൂടി ഒരു ബോട്ടിൽ പോകാൻ പറ്റിയ മതി. ഞാൻ പറഞ്ഞ പോലെ തന്നെ കേട്ടോ 30 മിനിറ്റ്സാണ് ഈ ഒരു പിഗ് ബോട്ടിൽ പോകുന്നത്. അപ്പോൾ ഇവരൊക്കെ ഇപ്പോൾ അൺലോഡ് ചെയ്യണം. അൺലോഡ് ചെയ്തിട്ട് വേണം നമുക്കിതിൽ പോകണമെന്നുണ്ടെങ്കിൽ. സോ ഇതിലേക്ക് കൂടെയാണ് അൺലോഡ് ചെയ്യാമെന്നില്ല, മനസ്സിലാകുന്നില്ല. സോ അങ്ങനെ നമ്മൾ ബോട്ടിലോട്ട് പ്രവേശിക്കുകയാണ്. പ്രവേശിച്ചാലും ബൽക്കി നമ്മൾ ഫ്ലാറ്റിലെ പൂളിൽ ഇപ്പം നീന്തൽ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് വെള്ളത്തിൽ വീണാൽ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ കയറി പോകുന്നുള്ളൂ. പുറകോട്ട് പോട്ടെ. ആശാൻ ഇതിൽ വലിയ മീനുണ്ട് കേട്ടോ.
മറ്റേ അതിൻ്റെ പേരെന്നപ്പാ മടിയൻ പിടിക്കുന്നൊരു മടിയനില്ലേ, മടിയൻ പിടിക്കുന്നൊരു മീനുണ്ടല്ലോ കുപ്പിയിൽ മറ്റേ മൈദയിലിട്ടിട്ട്, മടിയൻ്റെ ചൂണ്ടയിൽ ഇത് പോണ അതന്നെ മറ്റേ കുപ്പിയിൽ മറ്റേ മൈദയിട്ടിട്ട് പിടിക്കുന്നൊരു മീനില്ലേ, അത് ഇഷ്ടം പോലെ ഉണ്ട്. അവൻ്റെ ഈട സിലോപ്പി ഒന്നല്ല ഒന്നല്ല വേറെ അതെല്ലാവരും ബാക്കോട്ട് വന്നത്. എന്തായി വീഡിയോ ഒക്കെ എന്തായി? വ്ളോഗായോ? ഇന്നത്തെ ഒക്കെ കഴിഞ്ഞോ? ഓഹോ, ഞങ്ങളെ ഷോർട്സ് ഒക്കെ എയറായി. ഞങ്ങൾ വ്ളോഗ് നാളെ കയറും. ഓണാക്കി നോക്ക്. ടയർഡായോ? അയ്യോ. അപ്പൊ മന്ദം ഇങ്ങനെ പോവുകയാണ്. എന്താണ് പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ? എന്താണ് ഇവിടെ സംഭവിക്കാൻ പോണത്? ഇവിടെ നമ്മളതിനെ ഇത് യൂറോപ്പിലെ ഏറ്റവും ലാർജസ്റ്റ് മീൻസ് വൈഡസ്റ്റ് ആയിട്ടുള്ള വാട്ടർഫോൾസിൽ യൂറോപ്പിലെ ഹൈയസ്റ്റ് എന്ന് പറയാൻ പാടില്ല. യൂറോപ്പിലെ ഏറ്റവും വീതി കൂടിയ ഹൈറ്റ് അല്ല വീതി. ഓക്കെ, അതാണ് റെയിൻ ഫോൾസ്. അതാണ് കാണുന്നത് കേട്ടോ. അല്ല, അത് ആക്ച്വലി അത് നല്ല ഫോഴ്സ് ഉണ്ട്, വാട്ടർ നല്ല ഫോഴ്സ് ഉണ്ട്, നല്ല ഡെപ്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അപ്പുറം ഒരു നോക്കാം. നയാഗ്ര വെള്ളച്ചാട്ടം കണ്ട് ഞങ്ങളോടോ പാല. നയാഗ്ര ഞങ്ങൾ 2 തവണ പോയിട്ടുണ്ട് കേട്ടോ കാനഡയിൽ. Bring me into golden sunlight. If I'm going with you, I know we'll get to the other side. Sinking in, I know this feels right. Catching a breeze, love moving through me like a wildfire, like a wildfire. നല്ല വലിപ്പമുണ്ട്. നമ്മളിപ്പം ലോങ്ങിൽ നിന്ന് കാണുന്നത് അടുത്ത് നോക്കുമ്പോൾ നല്ല വലിപ്പമുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല ഫോഴ്സാണ് വെള്ളം. ഇത് എന്താ മനസ്സിലാവും, നല്ല ഭയങ്കര ഫോഴ്സിലാണ് വെള്ളം വരുന്നത്. ഓക്കെ, നിങ്ങൾ നമുക്ക് ആ ഒരു വെള്ളം ഇങ്ങോട്ട് തെറിച്ച് വരുന്നുണ്ട് കേട്ടോ. ഇതുവഴിയൊക്കെ ഉള്ളിലേക്ക് ഇവിടുത്തെ എൻട്രൻസ് ഉണ്ട്. ഓ, ഈ ഒരു ചൂടിൽ ഇവിടെ വന്നിട്ട് ഇങ്ങനെ വെള്ളം തെറിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. ഓക്കെ, പതഞ്ഞ് പൊങ്ങുന്നുണ്ടോ? വേറൊരു എഫക്റ്റ് ആയില്ലേ? ഇവർ ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെ ഒരു സർക്കിൾ അടിക്കും, അത് അതിൽ പോയി അവിടെ നിന്ന് ഇങ്ങനെ അടിച്ച് പിന്നെ തിരിച്ചിട്ട് പിന്നെയും കറങ്ങി ഇതുവഴി പോയിട്ട് ഒന്നും കൂടി പോകണം. അപ്പോൾ 30 മിനിറ്റ്സാണ് ഇതിൻ്റെ മുകളിൽ സ്റ്റിക്കർ അടിച്ചിട്ടുള്ളത്. 30 മിനിറ്റ്സ് കിട്ടിയാൽ നന്നായിരുന്നു. ഓവർ ഒരു ഫീൽ ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ പക്ഷേ നമുക്ക് കുറച്ചും കൂടി ടൈം വേണം. പിന്നെ ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് നിങ്ങൾ ഈ സൈഡ് വരാതെ നിങ്ങൾ ആ സൈഡ് വരുന്നതാണ്. കാരണം കണ്ടിടത്തോളം അവിടെ നമുക്ക് ഒരുപാട് നിന്നിട്ട് അത് കാണാൻ ഒരുപാട് ടൈം കിട്ടുന്ന ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അതെ, പള്ളിയിൽ പാർക്ക് ചെയ്യാം. പാർക്ക് ചെയ്തിട്ട് അവിടെ ലിഫ്റ്റ് ഉണ്ട്, അല്ല ലിഫ്റ്റിൽ കൂടെ വരാം, അല്ലാണ്ട് നമുക്ക് നടന്ന് താഴോട്ട് ഇറങ്ങി വരാം, അവിടെ നിൽക്കാം. നന്നായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഈ ഏരിയ വഴി വരരുത് കേട്ടോ. ആ ഏരിയ വഴി വന്നാൽ മതി. അവിടെ മേ ബി എക്സ്ട്രാ ടിക്കറ്റ്സിൻ്റെ റേറ്റ് ഉണ്ടാവും, ബട്ട് ഇറ്റ്സ് വർത്ത് ഇറ്റ് ബിക്കോസ് യു വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് ടൈം. ഈ വെള്ളത്തിൻ്റെ കളർ എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെടും. നല്ല പതഞ്ഞ് പോകുന്നുണ്ട്. പിന്നെ അവിടെയൊക്കെ ആൾക്കാർ പോകണ്ട. അവിടെ ബോട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് അവിടത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. യൂറോപ്പ പാർക്ക് എന്തത്, അവിടത്തേക്ക് ബോട്ട് പോകുന്നുണ്ട്. അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആ ഒരു മലയുടെ മുകളിൽ കയറാൻ ഓപ്ഷൻസ് ഉണ്ട്. നോക്കാം. നിങ്ങൾ നല്ല രീതിയിൽ ചാജിബിറ്റോട് ചോദിച്ചിട്ട് മാത്രം വരാവുക, അല്ലെങ്കിൽ ചിലപ്പം ഒന്നും ചെയ്യാൻ പറ്റാതെ തിരിച്ചു കൊണ്ടിരും. ഞാൻ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല വൈബാണ്. നമുക്ക് അവിടെ റെയിൻബോ ആശാൻ ഇവിടെ ഉണ്ട്.
കേട്ടോ, മൂപ്പര് ചിരിക്കുക കേട്ടോ, അവിടെ നിന്ന് പൊട്ടി ചിരിക്കുന്നത് നമ്മളിവിടെ കൊണ്ടിട്ടിട്ട്. എന്ന് വെച്ചാൽ നന്ദി കേട്ടോ. ഒരാൾ മുള്ളി ഗൈസ്, മുള്ളി. അതേതായാലും സെറ്റ് ആയിട്ടോ. കൊടുത്ത പൈസ മുതലാക്കാൻ അതിൽ ആ ഒരു ആക്ടിവിറ്റിക്ക് പറ്റി. കറക്റ്റ് അതിൻ്റെ മിഡിൽ പോയിട്ട് നല്ലതിൽ വാട്ടർ അവർ ഇങ്ങനെ ഫ്ലാഷ് ചെയ്ത് വന്നു. അപ്പോൾ അതേലും എൻജോയ് കേട്ടോ. ഓക്കെ, ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടോ? ഓക്കെ, ഇങ്ങനൊരു ട്രിപ്പ് വേറൊരാൾക്കും ചെയ്യാൻ പറ്റില്ല ഒറ്റയ്ക്ക്. പൈസ ഉണ്ടെങ്കിൽ പോലും ഒരു ദിവസം കൊണ്ട് ഇത്രയും കവർ ചെയ്യാം. പോടാടേ, ഞങ്ങൾക്ക് പറ്റുമല്ലോ. ഞങ്ങൾ ബൈക്ക് എടുത്ത് നിങ്ങൾ കവർ ചെയ്യും. നിങ്ങൾ ഉദ്ദേശിച്ചത് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വഴി. താങ്ക് യു താങ്ക് യു താങ്ക് യു. എന്ത് ചാ? ഓക്കെ, ചാവല്ല. ഇനിയിപ്പോൾ ഓക്കെ എല്ലാം ചോദിക്കുമ്പോൾ ഞാൻ ഓക്കെ എല്ലാം പറയും കേട്ടോ. പോരാ പോരാ പോരാ, ഞാൻ വണ്ടി കയറ്റില്ലട്ടോ. പോരാ പോരാ, ട്രിപ്പ് പോരാ, പൈസ പോയി. വാ വലിക്ക് പോവാം നമുക്ക്. അപ്പം നമുക്ക് എല്ലാവർക്കും ഇനി തിരിച്ച് മുകളിലോട്ട് കയറാം, എന്നിട്ട് ആ സൈഡേക്ക് നടക്കാമല്ലോ. ആക്ച്വലി ഈ ട്രിപ്പ് പോകാത്ത കേട്ടോ, ഞാൻ വളരെ ജെന്യൂനായിട്ട് പറയുന്നത്. നിങ്ങൾ യൂറോപ്പിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളൊരു ടീമായിട്ട്, നിങ്ങൾ ചിലപ്പം വാട്സപ്പ് ഗ്രൂപ്പ് മെമ്പേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയേക്കാം, അല്ലെങ്കിൽ കൊളീഗ്സ് ആയേക്കാം, അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആയേക്കാം. അപ്പം നിങ്ങൾക്കൊരു ഗ്രൂപ്പായിട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു വേർത്താണ്. പിന്നെ ഇവർ നല്ല വൈബാണ്, ഒരു ഉറക്കം തോന്നിയുള്ള ഒരു പാട്ടൊക്കെ വെച്ച് നല്ല സെറ്റപ്പാക്കി. പിന്നെ ഒരുപാട് സ്ട്രേഞ്ചേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് പുതിയ ഫ്രണ്ട്സിനൊക്കെ നമുക്ക് അതിനുണ്ടാക്കാൻ പറ്റും. പിന്നെ സുദീപ് ബ്രോ ആണെങ്കിൽ ആൾ നല്ല അടിപൊളി മനുഷ്യനാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് പുള്ളിയെ വിളിച്ചിട്ട് സെറ്റപ്പാക്കിയിട്ട് വന്നു. അപ്പോൾ ഞാൻ സുദീപ് ബ്രോൻ്റെ നമ്പർ കേട്ടോ, നിങ്ങൾ പുള്ളിയെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ വരുന്നതിനിടയിൽ ഇവിടെ ആരുടെ ബർത്ത്ഡേ കേക്ക് കട്ടിങ് തുടങ്ങി. കേക്ക് തീർന്ന പഠിച്ചോനെ, ഇല്ല കേക്ക് ബാക്കിയുണ്ട്, 2 കേക്ക് ഉണ്ട്. അപ്പോൾ എന്തായാലും കിട്ടും. കേക്ക് ഇടുന്ന സന്തോഷം കേട്ടോ, വേറെ ഒന്നല്ല. അല്ല, എനിക്കതാണ് വെസ്റ്റ് ഇരിക്കുമ്പോൾ കേക്ക് ഇടുന്ന സന്തോഷമല്ല. എല്ലാവർക്കും ഓരോ പീസ് കട്ട് ചെയ്ത്. ഏത് ഫ്ലേവറാന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരുന്നു. ഹാപ്പി ബർത്ത്ഡേ കേട്ടോ. നമുക്ക് ഇവിടെ കേക്ക് അറേഞ്ച് ചെയ്യുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് എന്നാലും നമ്മുടെ മിഥുൻ എൻ്റെ സുഹൃത്താണ്, അപ്പോൾ ആളാണ് ഇത് അറേഞ്ച് ചെയ്തത്. ആളിവിടെ താമസിക്കുന്നതാണ്. ഓക്കെ, ഇവിടെ ചെല്ലുന്നുണ്ടാ? കേക്ക് വേണ്ടേ? കേക്ക് വേണ്ടേ? കേക്ക് വേണ്ടേ? ചെല്ലി തൊപ്പി ഞാൻ എടുത്തോളാം, കുഴപ്പമില്ല. പോയി. എല്ലാവർക്കും ഓരോ പീസ് കണ്ണട കൊണ്ടടാ, കൊണ്ടട ഇങ്ങോട്ട് കണ്ണട തന്നിട്ട് വേണേ ഷൂസും ട്രൗസറും നിക്കറൊക്കെ ഊരി വാങ്ങണമെങ്കിൽ. എൻ്റെ പേരെന്താ? നാണിക്ക് ബോയ്സ് ഫൺ, ഇങ്ങോട്ട് വാ. അവൻ ഓടിയിട്ടോ. അപ്പോൾ നമുക്ക് ഏതായാലും നമ്മുടെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാം. അങ്ങനെ ഒരു ദിവസത്തെ സ്വിറ്റ്സർലാൻഡ് യാത്ര കഴിഞ്ഞ് നമ്മളങ്ങനെ തിരിച്ച് മടങ്ങി കേട്ടോ. അപ്പോൾ സമയം ഇപ്പം ഇവിടുത്തെ ഓൾമോസ്റ്റ് 7 or 8 PM ആവാനായിട്ടോ. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. രാവിലെ തുടങ്ങിയ യാത്രയാണ്, രാവിലെ നിന്ന് രാത്രി 12 മണിക്ക് തുടങ്ങിയ യാത്രയാണ്. നമ്മളിന്ന് 3 സ്പോട്ടിൽ പോയി ഒരുപാട് എൻജോയ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇപ്പം ഒരു ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ നടന്നു. അപ്പം ടോട്ടലി ഹാപ്പി. ഹായ് ബൈ, ഗുഡ് നൈറ്റ്. അതും കൊടുത്തു. ന്യൂറംബർഗ് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന കേരാബൈറ്റ്സ് എന്ന് പറഞ്ഞൊരു ഫേമിന്റെ ഓണറാണ് അല്ലേ? കറക്റ്റ് അല്ലേ? എന്റെ വ്ളോഗിൽ 5ാമത്തെ പ്രാവശ്യമാണ് ഈ പേര് വരുന്നത് അല്ലേ? ആക്ച്വലി എന്റെ ഹസ്ബൻഡിന്റെ ആണ് ഫുഡ് ട്രക്ക്. ഞങ്ങൾ 2 മാസമായിട്ടുള്ളൂ കേരാബൈറ്റ്സ് തുടങ്ങിയിട്ട്. 2 മാസമായിട്ടുള്ളൂ ഞങ്ങൾ കേരാബൈറ്റ്സ് തുടങ്ങിയിട്ട്. കേരാബൈറ്റ്സ് ബവേരിയയിലെ ഫസ്റ്റ് ഒത്തന്റിക് കേരള ഫുഡ് ട്രക്കാണ്. നമ്മൾ വെനസ്ഡേയും സാറ്റർഡേസും ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഹെർസോഗ്നാരയിലും ന്യൂൻബർഗിലും. എനിക്ക് ആരാണ്ട് ചേച്ചി കൊണ്ടുപോവാ. ചേച്ചി ഈ വീഡിയോ നാളെ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ മുറിച്ച് മാറ്റാൻ പാടില്ലല്ലോ. ഓക്കെ, എല്ലാവർക്കും എന്താ അഭിപ്രായം പറയാനുള്ളത് ട്രിപ്പിനെ പറ്റിയിട്ട്? എല്ലാവരും ട്രിപ്പിനെ പറ്റി അഭിപ്രായം പറ. നീ അങ്ങോട്ട് നോക്ക്, നീ പോക്കി പേടിപ്പിച്ച് ഉറപ്പിക്കല്ല. എന്ത് തോന്നുന്നു? സൂപ്പറാണോ? എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യോ? ആരും ഇഷ്ടപ്പെട്ടതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ വന്നതിൽ സുധിനെയാണോ, ഇവനെയാണോ, അവനെയാണോ? ആരാ ഇവനെയോ? അവന് കല്യാണം കഴിഞ്ഞ് കൊച്ചൊക്കെ ഉണ്ട് കേട്ടോ. ആൻസ് കുട്ടറൊന്നുമല്ല, ആൻസ് അങ്കിളാണ്.
കുറച്ചൊന്നായിട്ടില്ല, കല്യാണം കഴിഞ്ഞൊക്കെ ശരിയാണ്. ഓ, അപ്പോൾ എന്താ പറയുക, നമ്മളിനിയിപ്പോൾ നാളെ നമ്മൾ ചെയ്യാൻ പോണത്, നമ്മൾ നാളെ നേരെ മ്യൂണിച്ചിലേക്ക് ഡ്രൈവ് ചെയ്യും. മ്യൂണിച്ചിൽ പോയിട്ട് അവിടെ നിന്ന് അഗൈൻ ഞങ്ങൾ ലിച്ചൻസ്റ്റൈന് പോയിട്ട് അവിടുന്ന് ഞങ്ങൾ നേരെ സ്വിറ്റ്സർലാൻഡൊക്കെ ഞങ്ങൾ പിന്നെയും കയറും. ഇവിടെ നിന്നാണ് നമ്മൾ നേരെ ഇറ്റലിയിലോട്ട് പോകുന്നത്. അപ്പോൾ ഒരു ദിവസം നമ്മളോട് റെസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ താമസിച്ച വൂസ്ബർഗിൽ ഒരുപാട് മലയാളീസ് ഉണ്ട്. അവരൊക്കെ ഞാൻ കണക്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും പരിചയപ്പെടുത്താൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല അടിപൊളി കണ്ടന്റ് ആണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത്രയും ഭംഗിയായിട്ട് നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എൻജോയ് ചെയ്താണ് എൻ്റെ വിശ്വാസം കേട്ടോ. ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യും. അടുത്ത വീഡിയോ കാണാം.